ഇടുക്കി മുള്ളരിങ്ങാട് മലവെള്ളപ്പാച്ചിലിനിടെ ഒഴുക്കിൽപ്പെട്ട കാർ കണ്ടെത്തി. ലൂർദ് മാതാ പള്ളി വികാരിയുടെ കാറാണ് ഇന്നലെ രാത്രി ഒഴുക്കിൽപ്പെട്ടത്. ഫാദർ ജേക്കബ് വാട്ടപ്പിള്ളിയെ നാട്ടുകാർ രക്ഷിച്ചു. മേഖലയിലെ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ട്. വൈദ്യുതി ബന്ധവും ഗതാഗതവും തടസ്സപ്പെട്ടു. ഇടുക്കി അടിമാലി നേരിമംഗലം മുള്ളരിങ്ങാട് ഭാഗങ്ങളെല്ലാം അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ മലവെള്ളപ്പാച്ചിലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. മുള്ളരിങ്ങാടാണ് ഇപ്പോൾ നമ്മളുള്ളത്. ചേട്ടാ, ഈ മുള്ളരിങ്ങാട് ഇന്നലെയൊക്കെ ശക്തമായ മഴയായിരുന്നു. അതിശക്തമായ മഴയായിരുന്നു ഇവിടെ മുള്ളരിങ്ങാട്. പല വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ മുള്ളരിങ്ങാട് പ്രദേശത്ത് 2018 പ്രളയത്തിന് ശേഷം ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടായിട്ടില്ല. അതുപോലെ ഒത്തിരി കൃഷിനാശങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ലൂർദ് മാതാ പള്ളിയിലെ വികാരി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് വണ്ടി അപകടത്തിൽപ്പെടുകയും വണ്ടി ഒലിച്ച് ഒരു 1.5 കിലോമീറ്ററോളം പുഴയിൽ ഒലിക്കുകയും 300 മീറ്ററോളം അദ്ദേഹം കാറിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ നാട്ടിലുണ്ടായിരുന്ന കൊച്ചുകുട്ടികളും നാട്ടുകാരും ചേർന്ന് അദ്ദേഹത്തെ വണ്ടിയിൽ നിന്ന് പുറത്തെടുത്ത് കരയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ പുഴയിൽ താഴ്ഭാഗത്തായി കാറ് ഇപ്പോൾ ഒരു മരത്തിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാറിനുള്ളിൽ വൈദികനുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത് കണ്ട് സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവരെത്തി ഈ വൈദികനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ആ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ചെറുപ്പക്കാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ കണ്ട കാഴ്ച എന്തായിരുന്നു? ഞങ്ങളൊരു കൂട്ടുകാരൻ്റെ വീട്ടിലിരിക്കുമായിരുന്നു. അന്നേരമാണ് ഇങ്ങനെ വണ്ടി പെട്ടെന്ന് ഒഴുക്ക് വന്ന് തട്ടി അച്ഛനെ വണ്ടി കൊണ്ടത്. അപ്പം ഞാനും ഇവനോടും കൂടി ഓടിപ്പോയി. അപ്പോൾ അച്ഛനിങ്ങനെ ഫ്രണ്ടിലെ വിൻഡോയിൽ വന്ന് ഫ്രണ്ടിലെ ഇതിൽ വന്ന് തട്ടു വന്നു. അപ്പോൾ തുറക്കാൻ പറ്റില്ല, രണ്ടിലെ ഡോറും ലോക്കായിപ്പോയി. അപ്പോൾ അച്ഛൻ ബാക്കിലേക്ക് വന്ന് ബാക്കിലെ ഡോറ് തുറന്ന് അപ്പോൾ തന്നെ ബിനുമോൻ ടോണി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരോടും കൂടി ഡോറ് തുറന്ന് വലിച്ച് അച്ഛനെ എടുത്ത് ഞങ്ങളുടെ അപ്പം കയറി. അപ്പോൾ തന്നെ വണ്ടി ഒഴുകി പോയി. വണ്ടി തൊട്ടിക്കൂടെ ഒഴുകി പോരുന്ന അവസ്ഥയായിരുന്നു. അന്നേരം ഞങ്ങൾ 4 പേരും ചാടി. അപ്പൊ തന്നെ ബാക്കിലെ ഡോറിലേക്ക് അച്ഛൻ വന്നു. ബാക്കിലെ ഡോറ് മാത്രം തുറന്ന് അച്ഛനെ എടുത്ത് സേഫാക്കി. തീർച്ചയായും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം, താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളം കയറിയ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഈ നിരവധി വീടുകളിലും വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ 2018 ആ ഒരു മഹാപ്രളയത്തിന് സമാനമായ രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത് എന്നാണ് നാട്ടുകാർ പ്രധാനമായിട്ടും പറയുന്നത്. ഇടുക്കി മുള്ളരിങ്ങാട് നിന്ന് ക്യാമറ പേഴ്സൺ ബിൽസൺ കളരിക്കലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.